ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള 7 ടാസ്ക് വളരെ മനോഹരവും അപ്പോൾ തന്നെ വളരെയധികം കഷ്ടപ്പെടുത്തിയതുമായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു അത്. അതായത് നിവർന്നിരിക്കുന്ന ഒരു സീസ, അതിന്റെ ഒരറ്റത്ത് ഒരു ഫ്ലവർ വേസ് ഉണ്ടാകും. ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു സ്റ്റെപ്പ്, ആ സ്റ്റെപ്പിന്റെ മുകളിൽ ഒരു തട്ടുണ്ട്. സ്റ്റെപ്പിൽ കൂടി കയറി മത്സരാർത്ഥികൾ ഓരോരുത്തരും ഈ തട്ടിന്റെ മുകളിലേക്ക് എത്തുകയും ഈ സീസയുടെ മറുഭാഗത്ത് കാലുകൊണ്ട് ചവിട്ടി അത് നേരെ നിർത്തുകയും ചെയ്യണം. അതായത് നമ്മുടെ കട്ടിയും ത്രാസും ഒക്കെ നിൽക്കുന്നത് പോലെ തന്നെ നേരെ നിർത്തുക. അങ്ങനെ ചവിട്ടി പിടിച്ചുകൊണ്ട് എത്ര നേരം നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ടാസ്കിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് 2 മണിക്കൂറും 15 മിനിറ്റും 35 സെക്കൻഡും ഒരേ നിപ്പ് നോറ നിന്നു ഗംഭീരമായി 1ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയിരിക്കുകയാണ്. 3 പോയിന്റ് നോറയ്ക്ക് ഈ ടാസ്കിൽ കൂടി ലഭിക്കുന്നു. 2ാം സ്ഥാനത്തേക്ക് 1 മണിക്കൂറും 59 മിനിറ്റും 53 സെക്കൻഡും എടുത്തുകൊണ്ട് ഋഷി എത്തി. 3ാം സ്ഥാനത്തേക്ക് 1 മണിക്കൂറും 56 മിനിറ്റും 45 സെക്കൻഡും എടുത്തുകൊണ്ട് അർജുൻ എത്തി. ഋഷിക്ക് 2 പോയിന്റും അർജുന് 1 പോയിന്റും ഈ ടാസ്കിൽ ലഭിച്ചിരിക്കുകയാണ്. അർജുന്റെ തൊട്ടു പിന്നിലായിട്ട് ബിഗ് ബോസിന്റെ അഭിനന്ദനം ഏറ്റുവാങ്ങി നിന്ന ഒരു വ്യക്തിയാണ് നന്ദന. 1 മണിക്കൂറും 52 മിനിറ്റും 38 സെക്കൻഡും നന്ദന നിന്നപ്പോൾ 1 മണിക്കൂറും 21 മിനിറ്റും 5 സെക്കൻഡും സായി കുറിച്ചു. ശ്രീതു 22 മിനിറ്റ് 36 സെക്കൻഡ്. സിജോ ആകട്ടെ 6 മിനിറ്റും 39 സെക്കൻഡും. ജിൻഡോ 3 മിനിറ്റും 3 സെക്കൻഡും. ജാസ്മിൻ 2 മിനിറ്റും 47 സെക്കൻഡും. ഏറ്റവും പിറകിലായിട്ട് അഭിയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വെറും 3 സെക്കൻഡ് മാത്രമാണ് അഭിഷേകിന് ആ സീസ ചവിട്ടിക്കൊണ്ട് നിൽക്കുവാൻ കഴിഞ്ഞത്. ഇതിൽ 1 മണിക്കൂറും 56 മിനിറ്റും 45 സെക്കൻഡും നിന്ന് 3ാം സ്ഥാനത്തേക്ക് എത്തി 1 പോയിന്റ് കരസ്ഥമാക്കിയ അർജുന്റെ കാലിൽ മസിൽ കയറിപ്പോയി. ഇല്ലായിരുന്നുവെങ്കിൽ നോറയെ കടത്തി വിട്ടുമായിരുന്നു. 2 മണിക്കൂറും 15 മിനിറ്റും 35 സെക്കൻഡുമായിരുന്നു നോറ എടുത്തിരുന്നത്. അർജുൻ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും മാക്സിമം നിന്നേ പറ്റുള്ളൂ, കാരണം തുടങ്ങിപ്പോയി ഏകദേശം 1 മണിക്കൂറിന് മുകളിലെത്തി. ഇനിയിപ്പോൾ നോറയുടെ മുകളിലേക്ക് പോകാതെ തിരിച്ചിറങ്ങിയാൽ അത് പ്രയോജനമില്ലാതെയാകും എന്ന് പറഞ്ഞ് നിന്നതാണ്. ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി പാട്ടു പാടിക്കൊണ്ടു നിന്ന അർജുൻ പെട്ടെന്നാണ് മസിൽ കയറുകയും എടുത്തടിച്ച് ആ തട്ടിൽ നിന്നും താഴേക്ക് വീഴുകയും ചെയ്തത്. തുടർന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ഓടി ആ ആക്ടിവിറ്റി റൂമിനകത്തേക്ക് വരികയും അർജുന്റെ കാലിന് നന്നായിട്ട് മസാജിങ് ഒക്കെ കൊടുത്ത് പ്രഥമ ശുശ്രൂഷകളൊക്കെ നൽകിയാണ് തിരിച്ച് അവർ വീട്ടിലേക്ക് അർജുനുമായിട്ട് മടങ്ങി പോകുന്നത്. എന്തായാലും ഈ ടാസ്കിൽ 1ാം സ്ഥാനത്തേക്ക് നോറ എത്തുന്നു. ഇതിലൂടെ 3 പോയിന്റ് നോറയും കരസ്ഥമാക്കിയിരിക്കുകയാണ്. പോയിന്റ് ടേബിൾ നാം പരിശോധിച്ചാൽ ഇപ്പോഴും 1ാം സ്ഥാനത്ത് അഭിഷേക് ശ്രീകുമാർ തന്നെയാണ്. 11 പോയിന്റുമായിട്ട് അഭിഷേക് 1ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 6 പോയിന്റുമായിട്ട് ജിൻഡോ 2ാം സ്ഥാനത്തും 5 പോയിന്റുകളായിട്ട് സായിയും ഋഷിയും 3ാം സ്ഥാനത്ത് നിൽക്കുന്നു. 4 പോയിന്റുകളുമായിട്ട് അർജുൻ 4ാം സ്ഥാനത്ത് വരുമ്പോൾ 3 പോയിന്റ് വീതം നേടിയിട്ട് ശ്രീതുവും നോറയും 5ാം സ്ഥാനത്ത് നിൽക്കുന്നു. 2 പോയിന്റുകളുമായിട്ട് ജാസ്മിൻ 6ാം സ്ഥാനത്തും 1 പോയിന്റുമായിട്ട് സിജോ 7ാം സ്ഥാനത്ത് നിൽക്കുന്നു. അവസാനമായിട്ട് നന്ദനയ്ക്ക് പോയിന്റുകൾ ഒന്നും ലഭിക്കാതെയും നിൽക്കുന്നു. പ്രൊമോ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ആകാംക്ഷയോടുകൂടി പ്രേക്ഷകർ കാത്തിരുന്ന തല്ലും ബഹളവും ഉണ്ടാകുവാൻ പോകുന്ന ടാസ്ക് ഉടൻ തന്നെ വരാൻ പോവുകയാണ്. അതിന്റെ അപ്ഡേഷനുമായി വീണ്ടും എത്താം.